രാവിലത്തെ സ്കൂളിൽ പോകാനുള്ള തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു കുളിയും പാസ്സാക്കി പോകുന്ന ഈ തെങ്ങിൻ്റെ ചോട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു സാധനമൊക്കെ സംഘടിപ്പിക്കാനുണ്ട്. അതാണ് ദേ ഈ കിടക്കുന്ന മച്ചിങ്ങ. ഈ മച്ചിങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. നമ്മുടെ കുട്ടൂൻ്റെ സ്കൂളിലൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മച്ചിങ്ങ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 2-3 നല്ലത് കിട്ടിയിട്ടുണ്ട്. ചിലതിൻ്റെ മുഖമെല്ലാം ഈ മഴയായതുകൊണ്ട് ചീഞ്ഞിരിക്കുന്നത്, നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ തെങ്ങിനോടൊരു നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോരുവാണ്. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട്. പൈപ്പിൻ്റെ ചോട്ടിൽ വന്ന് നല്ലപോലെ അങ്ങ് കഴുകി എടുത്തിട്ടോ, കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാൻ. കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയ അമ്മമാർക്കാണല്ലോ പണി. അപ്പോൾ ഇത് 2-3 ഈർക്കിളൊക്കെ സംഘടിപ്പിക്കുക. അമ്മമാർ ആണ് മുറ്റമടിക്കുന്ന വീടുകളാണെങ്കിൽ അവർ കാണാതെ വേണം കേട്ടോ ഈർക്കിളിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഈർക്കിളി വെച്ചിട്ട് വേണം നമുക്കിന്നൊരു മച്ചിങ്ങ പമ്പരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവനെ ആക്ടിവിറ്റിക്ക് ഇന്ന് പറയുന്നത് മറ്റേ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ടോയ് ഉണ്ടാക്കാനാണ് ടീച്ചേഴ്സ് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മച്ചിങ്ങയൊക്കെ വേസ്റ്റായിട്ട് കളയുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു പമ്പരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ മച്ചിങ്ങയുടെ മുകൾ ഭാഗത്തെ ഈ പോള പോലത്തെ സംഭവം എല്ലാം പൊളിച്ച് കളയണം. എന്നിട്ട് അതിന് മുകളിൽ ഈർക്കിളി കുത്തിയിട്ടാണ് പമ്പരം ഉണ്ടാക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുമായിരിക്കും. പക്ഷേ നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് ഒരു 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ടീച്ചേഴ്സ് ആക്ടിവിറ്റീസ് കൊടുത്തു വിടുമ്പം അത് മെയിനായിട്ട് ചെയ്തു വിടുന്നത് അമ്മമാരാണ്. അപ്പം അമ്മമാർക്കാണ് ശരിക്കും പണി. എന്ത് ആക്ടിവിറ്റി കൊടുത്തു വിട്ടാലും ചില ആക്ടിവിറ്റിക്കൊക്കെ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യണമെങ്കിൽ, പിക്ചേഴ്സോ എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിൽ ഒരാഴ്ചയൊക്കെ ഓടി നടന്നാലും കിട്ടാത്ത അവസരം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരിച്ചിരി സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനു വേണ്ടി പ്ലാസ്റ്റിക്കോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ പറമ്പിലും പുറത്ത് ഇലകളോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ മച്ചിങ്ങയിലോട്ട് നമ്മൾ ഈർക്കിളി എടുത്തുകൊണ്ട് വന്നത് ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലും ഒരു ഈർക്കിളി അങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് അതങ്ങ് ഒടിച്ച് കളയുക. ഇനി ചേട്ടന് മറ്റ് 2 ഈർക്കിളിയും കൂടെ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് പിടിക്കാനായിട്ടുള്ള ഭാഗം ഇതുപോലെ അങ്ങ് ഒടിച്ചെടുത്ത് രണ്ട് പീസ് വേണം കേട്ടോ. ഇതുപോലത്തെ 2 പീസ് അതിനുള്ളിലോട്ട് അങ്ങ് കോർത്ത് കൊടുക്കുക. ഈ സ്കൂൾ കുട്ടികളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടും കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി. കുട്ടി 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്നിട്ടാണ് ഇങ്ങനെയെല്ലാം ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കറക്കാട്ടോ. നല്ല ടിക്ക് 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 എന്നുള്ളൊരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കറക്കുമ്പം. ഇതായിരുന്നു നമ്മുടെ ടോയ്, വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ടോയ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇത് വെച്ചിട്ടെല്ലാം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കും ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ടോയെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ കറക്കിയൊക്കെ നോക്കി, നമുക്ക് പഴയ കാലത്ത് കളിച്ച ഓർമ്മകളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതിന് സേഫായിട്ട് കൊണ്ട് എടുത്ത് വെക്കണം. നമ്മുടെ കുട്ടിപ്പട്ടാളം എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി തീർത്ത്